ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി ചേരുകയാണ്. ശ്രീ എ.പി. അബ്ദുള്ളക്കുട്ടി, വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ 18 മണിക്കൂർ ചർച്ചയ്ക്കും അനുമതി. പ്രതിപക്ഷം അനാവശ്യമായി എതിർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വളരെ സുപ്രധാനമായ ബില്ലിനെ കാണുന്നത്? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഒരു സുദിനമാണിത്, ചരിത്ര നിമിഷമാണ്. നമ്മുടെ രാജ്യത്ത് പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും 33% സ്ത്രീ സംവരണം വരികയാണ്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം നിയമസഭാ അംഗങ്ങളുടെയും എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞാനൊക്കെ വിചാരിച്ചത് നമ്മുടെ പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും, പ്രതിപക്ഷ ഭരണപക്ഷവും ഒന്നിച്ച് ഈ ബില്ലിനെ അനുകൂലിക്കുമെന്നാണ് ഞാൻ കണക്കൂട്ടിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അവതരണ അനുമതി തന്നെ കൊടുക്കരുത് എന്ന് വാദിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ പോലുള്ള ആളുകൾ ബഹളം വെക്കുന്നത് കണ്ടപ്പോൾ വളരെ വളരെ വിഷമം തോന്നി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ടായിരിക്കും, ഇനി അവർ സ്ത്രീകളെ വോട്ടൊന്നും വേണ്ടായിരിക്കും അവർക്ക്. പക്ഷെ വളരെ വളരെ ഒരു മോശം അനുഭവമാണ് ആരംഭത്തിൽ കാണുന്നത്. പക്ഷേ ഇത് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കും ഇതിനെ അനുകൂലിക്കേണ്ടി വരും. ഇതിനെ എതിർക്കുക എന്ന് പറയുന്നത് അത് ചരിത്രപരമായ ഒരു അബദ്ധമായി മാറും. അതോടൊപ്പം ശ്രീ എ.പി. അബ്ദുള്ളക്കുട്ടി, ഇവിടെ അനാവശ്യമായ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നതിൽ പ്രതിപക്ഷം മുതിരുന്നത് കണ്ടല്ലോ. നമ്മുടെ സ്ത്രീ സംവരണ ഭേദഗതി ബില്ലിന്മേൽ തന്നെ നമുക്കറിയാം, മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം വേണം എന്ന് വാദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് വളരെ പ്രതികൂലമാകും എന്നുള്ള തരത്തിലുള്ള ചില ആശങ്കകൾ പ്രചരിപ്പിക്കുന്നു. എന്തിനാണ് ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ രണ്ട് ബില്ലുകൾ, അത് രാജ്യത്തെ പൗരന്മാർക്ക് ഗുണകരമാകുന്നതാണ്, പക്ഷേ അതിനെ ഇത്തരത്തിൽ എതിർക്കുകയും അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയും ചെയ്യുന്നത്? അതിന് പിന്നിലുള്ള ഒരു അജണ്ട എന്തായിരിക്കാം ശ്രീ അബ്ദുള്ളക്കുട്ടി? അല്ല, ഇപ്പോൾ നിലവിലുള്ള പാർലമെന്റ് നിയമസഭ അംഗങ്ങളുടെ ഒക്കെ എണ്ണം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പം യു.പിയും കേരളവും തമ്മിലും, അതുപോലെ തന്നെ ബംഗാളും അല്ലെങ്കിൽ തമിഴ്നാടും തമ്മിലും ഒക്കെ ഇതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഭരണഘടന പറയുന്നത് ഓരോ 20 വർഷം കൂടുമ്പോഴും നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തി, അത് ഭരണഘടനാ ബാധ്യതയാണ്. പക്ഷേ അത് പലതവണ നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കാൻ അത് സാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു വീക്ഷണം പോലും ഈ കോൺഗ്രസ് പ്രധാനമന്ത്രിമാർക്ക് ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം വളരുകയാണ്, വികസിക്കുകയാണ്. അതിനനുസരിച്ച് അംഗങ്ങളുടെ എണ്ണം കൂട്ടേണ്ടതാണ് എന്ന് കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്ക് പുതിയൊരു പാർലമെന്റ് ഉണ്ടാക്കി. 1000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റും അതിൽ. അപ്പം സ്വാഭാവികമായും കോൺഗ്രസിന്റെ കാലത്ത് 543 അല്ലെങ്കിൽ 816 മറ്റോ വർദ്ധിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം പാർലമെന്റ് അംഗങ്ങൾക്ക് ഇരിക്കാൻ ഒരു കസേല പോലും ഉണ്ടാക്കാത്ത അവരാണ്. അത്ര ചെറിയ വീക്ഷണമാണ് അവർക്കുള്ളത്. രാജ്യത്തിന്റെ ഒരു വികസനത്തെ സംബന്ധിച്ചും നമ്മുടെ ജനാധിപത്യത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചും ഒന്നുമുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ല. പക്ഷെ നരേന്ദ്രമോദിക്ക് അത് കൃത്യമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ചിന്തിച്ചത് നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങളുടെ അസംബ്ലി സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് എങ്ങനെയാണ് കുറെ കാലം ഇത് നീട്ടിവെക്കാൻ സാധിക്കുക? അത് അസാധ്യമാണ്. ലോകത്തിലെ ഏറ്റവും ആളും അർത്ഥമുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയിലേത്. അപ്പൊ അതില് എണ്ണം വർദ്ധിപ്പിക്കണം, സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണം. അതെ, വളരെ നന്ദി ശ്രീ എ.പി. അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചതിന്.